ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാർത്ഥികൾക്കും IAS സ്വാഗതം. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുതുദൂരങ്ങളും പുതുചരിത്രവും കുറിക്കാൻ തയ്യാറെടുത്ത് ഇന്ത്യൻ കായികരംഗം വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്. 36ാമത് ദേശീയ ഗെയിംസിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കഴിഞ്ഞ വ്യാഴാഴ്ച തിരിതെളിഞ്ഞു. രാജ്യത്തെ മുൻനിര കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്ന മേള മോട്ടേരിയയിൽ തൻ്റെ പേരുള്ള സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ബാഡ്മിൻ്റണിൽ 2 ഒളിമ്പിക് മെഡലുകൾക്കുടമയായ PV സിന്ധുവും പങ്കെടുത്തു. 28 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സർവീസസും ഉൾപ്പെടെ 36 ടീമുകൾ 36 ഇനങ്ങളിലായി മത്സരിക്കുമ്പോൾ മൈതാനത്ത് 7500-ലേറെ താരങ്ങൾ അണിനിരക്കും. അഹമ്മദാബാദ്, ഗാന്ധിനഗർ, സൂറത്ത്, വഡോദര, രാജ്കോട്ട്, ഭാവ്നഗർ തുടങ്ങിയ 6 നഗരങ്ങളിലെ 17 വേദികളിലായാണ് മത്സരം. സൈക്ലിംഗ് ഡൽഹിയിലുമാണ്. ഏറ്റവും വലിയ ടീം ആതിഥേയരായ ഗുജറാത്തിൻ്റേതാണ്. സ്വന്തം നാട്ടിൽ ആദ്യമായി അരങ്ങേറുന്ന ദേശീയ ഗെയിംസിൽ 696 അംഗങ്ങളുമായാണ് ഗുജറാത്ത് എത്തുന്നത്. കേരളത്തിൽ നിന്ന് 436 പേർ മത്സരിക്കാനുണ്ട്. ഒഫീഷ്യൽസുമായി മറ്റ് 129 പേരും ടീമിനൊപ്പമുണ്ട്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി നേടിയ ശ്രീശങ്കർ മാർച്ച് പാസ്റ്റിൽ കേരളത്തിൻ്റെ പതാകയേന്തും. കേരളത്തിൻ്റെ 3 സംഘങ്ങൾ ഗുജറാത്തിൽ എത്തിക്കഴിഞ്ഞു. 2015 കേരളത്തിലാണ് അവസാനം ദേശീയ ഗെയിംസ് നടന്നത്. അന്ന് സർവീസസിന് പിന്നിൽ 54 സ്വർണവുമായി കേരളം 2ാം സ്ഥാനത്തായിരുന്നു. സർവീസസിന് വേണ്ടി സ്വർണം നേടിയതിലേറെയും മലയാളികളായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളത്തെ രാജ്യത്തെ പ്രധാന വാർത്തയുടെ വിശകലനവുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.